അനശ്വരമായ സംഗീതത്തിന്റെ സുന്ദരമായ ആലാപനങ്ങളുടെ വിസ്മയവേദി. വെൽക്കം ടു മൈ ജി സൂപ്പർ സ്റ്റാർ. ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഷാനിക. ഇതുപോലെ വെൽക്കം കിട്ടിയിട്ടില്ല. അയൽവക്കത്ത് വന്നിട്ടില്ല. അടുത്തായിട്ട് ഡോക്ടർ കെ എസ് ഹരിശങ്കർ. എന്റെ പേര്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹരിചരൺ സാർ. പിന്നെ നമ്മുടെ മുത്തുമണീസ്. എല്ലാരും റെഡി അല്ലേ? അല്ലേ? ഓ മോളെ, നീ ആങ്കർ ആയിക്കോ. അതാകുമ്പോഴ് ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഒരു എലിമിനേഷനിലും പുറത്തു കൊണ്ടുവരില്ല, അവസാനം വരെ ഉണ്ടാവും. ആ നല്ല പരിപാടിയാ. എന്നല്ല വാര്യമ്പള്ളിയിലെ മീനാക്ഷി. ചിത്തരോഗി വന്നോ? എന്തെങ്കിലും കേട്ടായിരുന്നോ? കേട്ടിട്ടാ ഓടി വന്നത്. കേക്കണ്ടി വന്നു ഓടി വരാൻ. കുറച്ചേ കേട്ടുള്ളൂ. ഇത് ഏടോ. എന്നിട്ട് ഇടത്തിൽ എന്താണ് സമയത്ത് വരാത്ത? ചോദിച്ചതിന് ഉത്തരം. കൊച്ചുകുട്ടികൾ വരെ വാർന്ന് ചോദിക്കുന്നില്ല, ഉത്തരം പറ. ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറിപ്പോയി, അപ്പൊ മാറ്റിയിടാൻ പോയതാ. നമ്മളിവിടെ മാറിയല്ലോ. ആങ്കറിനെ മാറ്റാന്നുള്ളൊരു ചിന്തയിലേക്ക്. അതാണ് ഞാൻ കേട്ടത്. അത് കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഇത്ര ധൃതി? അല്ല, ഞങ്ങൾക്ക് മാത്രല്ല, ഇപ്പൊ മേലെ ഇപ്പൊ സതീഷ് ഭായൊക്കെ എത്ര നേരം ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തു. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ രണ്ടും വരാത്തതിന് ചേച്ചി ഇവിടെ ചന്ദ്രഹാസം. ചേച്ചി വരാത്തതിന് നിങ്ങൾ എന്താന്നും പറയത്തെ? ഞാനൊരു മനുഷ്യനല്ല. ഞാൻ എന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്തില്ല, നിർത്തി പൊരിക്കായിരുന്നല്ലോ. അതെ, അതായത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാല് അവള് കുട്ടികളെയും അവളുടെ ആങ്ങളെയും നമുക്കെതിരെ തിരിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കുട്ടികൾ മിണ്ടണ്ട, കുട്ടികൾ ചിരിക്കണ്ട. ഇവൾ എനിക്കൊരു ഭീഷണിയാന്ന് തോന്നുന്നു. ഇവളുടെ ഇൻട്രോ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. വെറും ഭീഷണിയല്ല, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അതെ, തൽക്കാലം ഞാൻ പണിയെടുത്തോളാം. നീ പാട്ട് പാടിയത് പോയിരിക്കും. ഗോ ക്ലാസസ്. ബൈക്ക് അടിച്ചു പൊളിച്ചു. അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. ബൈക്കിൽ ഞാനൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട് ഇവിടെ. പ്രസന്റേഷൻ. ഷാനികയ്ക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഷാനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ. അതെന്ത് വർത്താനാടാ അണ്ണാ? ഓ തങ്കച്ചി ഏതാവതോ പേസുറേ. വെരി ഷോക്കിംഗ് മാ. അല്ല, വൈകി വന്നതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട്. കുറച്ചൊക്കെ ഒന്ന് കറക്റ്റ് അന്വേഷിച്ചിട്ട് വേണ്ടേ വന്ന് ആങ്കർ ചെയ്യാനായിട്ട്. എങ്കിൽ ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും പറയും ഞാൻ ഇവിടെ വന്ന് മണ്ടത്തരം മാത്രമേ പറയുന്നുള്ളൂ എന്ന്. പിന്നെ നീ ഇവിടെ വന്നിട്ട് വേറെ എന്താ പറയണേ? ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതയുണ്ടോ? ഇന്ന് കുറച്ച് നല്ല പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ലേറ്റ് ആയി വന്ന ദിവസം അതല്ല, ഇത് വേറെ പ്രത്യേകത. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നല്ല കറക്റ്റ് വേഷാളിയാ. നീലേക്കിട്ട് കൃഷ്ണ ഈ സെറ്റില് ബ്ലൂ ഇടണമെന്ന് 100 പ്രാവശ്യം പറഞ്ഞെങ്കിലും ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് ദയവായിട്ട് ഇങ്ങനെ നീ ഇന്ന് നീല ഇട്ടാ മതി. അപ്പോ അമൃത ചാനലിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വക നമ്മളുടെ പ്രേക്ഷകർ, നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കുകയാണ്.